രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഈ മാസം 28 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. മത്സരം ഉറപ്പായാൽ ജൂലൈ 17-ന് തിരഞ്ഞെടുപ്പ് നടത്തി ജൂലൈ 20-ന് ഫലം പ്രഖ്യാപിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 15 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 18 പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രം സംബന്ധിച്ച് ഇന്ന് ചർച്ച നടത്തും. 10 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷ ഉപസമിതി വൈകിട്ട് 4 മണിക്ക് ആദ്യ യോഗം ചേരും. കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദ്, മല്ലികാർജ്ജുൻ ഖാർഗെ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, JDU നേതാവ് ശരത് യാദവ്, RJD നേതാവ് ലാലു പ്രസാദ് യാദവ് തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. സമവായ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചാൽ പരിഗണിക്കാമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഭരണപക്ഷം മനസ്സ് തുറന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇന്നത്തെ യോഗം ധാരണയിലെത്തിയേക്കും. അതേസമയം BJP നിയോഗിച്ച കേന്ദ്രമന്ത്രിമാരുടെ 3-അംഗ സമിതി അനൗദ്യോഗിക ചർച്ചകൾ തുടങ്ങി. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി സമിതി അംഗങ്ങൾ ചർച്ച നടത്തും. സ്ഥാനാർത്ഥി ആരാകുമെന്നതിനപ്പുറം ഭൂരിപക്ഷം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, വെങ്കയ്യ നായിഡു, അരുൺ ജെയ്റ്റ്ലി എന്നിവരടങ്ങിയ ഉപസമിതി നടത്തുക. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.